ശ്രീ നിർമ്മൽ, ഇവിടെ എങ്ങനെ നമുക്ക് മറികടക്കാനാകും ഈ ഒരു പ്രത്യാഘാതത്തെ, ഈ പ്രഹരത്തെ എന്നുള്ള കാര്യമാണ് ശ്രീ ആദിക് അശ്വിൻ സൂചിപ്പിച്ചത്. പക്ഷെ അപ്പോഴും നമുക്കുണ്ടാകുന്ന പ്രത്യാഘാതം എത്ര കാലമെടുക്കും ഇത് മറികടക്കാൻ എന്നുള്ള ചോദ്യം, ഇതിനെ ഏറ്റവും അടിത്തട്ടിലേക്ക് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഏതു തരത്തിൽ നമ്മളെ ഒരു നമ്മുടെ വ്യവസായം അല്ലെങ്കിൽ നമ്മുടെ വ്യാപാരത്തെ, സാമ്പത്തിക രംഗത്തെ ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനം. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ അത് പറയുകയാണെങ്കിൽ ഇതിൽ ഇന്ത്യയെ ബാധിക്കാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിനെയാണ്. കാരണം വെച്ചാൽ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ട്നേഴ്സിൽ രണ്ടുപേരാണ് ചൈനയും US-ഉം. അപ്പം ഇന്ത്യയുടെ ട്രേഡിനെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യ ഇത് മുൻകൂട്ടി കണ്ടു തന്നെ. കഴിഞ്ഞ വർഷം മുതൽ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇന്ത്യ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് പല രാജ്യങ്ങളുമായിട്ട് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അമേരിക്ക ഈ ഒരു ട്രേഡ് നഷ്ടപ്പെടുന്നത് നികത്താനായിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വെക്കുമ്പോൾ ഒരു പരിധി വരെ നികത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ മൗറീഷ്യസ് ആയിട്ടും UAE ആയിട്ടും ഈ അടുത്ത് ഓസ്ട്രേലിയയുമായിട്ടും കാനഡയുമായിട്ടും ഒക്കെ ഇതിന്റെ ടോക്സ് നടക്കുമ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ആയിട്ടുള്ള ഡീൽ കഴിഞ്ഞു. അപ്പം നമ്മൾ ഈയിടെ UK-യുമായിട്ട് പുതിയ SCET എന്ന് പറയുന്ന ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ചു. അങ്ങനെ മറ്റു രാജ്യങ്ങളുമായിട്ട്, അതായത് നമുക്ക് ഇതുവരെ ആക്സസ് ഇല്ലായിരുന്ന മറ്റു രാജ്യങ്ങളിലെ മാർക്കറ്റ്സ് ഓപ്പൺ അപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ട്രേഡ് അവിടെ നികത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്ത്യ ഒന്നാമത് നോക്കേണ്ട കാര്യം. രണ്ടാമത്, ഇത് ഒത്തിരി കാലം ട്രംപിന് ഈ ഒരു റേറ്റ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഒരുപാട് വേണ്ടപ്പെട്ട ഗുഡ്സ് അമേരിക്കയിൽ ചെല്ലുന്നത്, കാരണം ഇതിന്റെ എല്ലാവരും മറന്നു പോകുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പേയ്മെന്റ്. തീർത്തും അസ്ഥിരനായിട്ടുള്ള ഒരു ഭരണാധികാരിയുടെ പെട്ടെന്നുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു തീരുമാനം മാത്രമായി കാണും. ഇത് ട്രംപ് തന്നെ തിരുത്താനുള്ള സാധ്യത അങ്ങനെ നോക്കി കാണേണ്ടതുണ്ടോ? ട്രംപ് തിരുത്തേണ്ടി വരുമെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഇതിനെ നോക്കിക്കാണെന്ന് വെച്ചാൽ ഈ എമൗണ്ട്, ഈ ടാരിഫ് എന്ന് പറയുന്ന എമൗണ്ട് അടയ്ക്കുന്ന ഒരിക്കലും ഇവിടുന്ന് കയറ്റി അയക്കുന്ന എക്സ്പോർട്ടർ അല്ല, അവിടെ മേടിക്കുന്ന ഇമ്പോർട്ടറാണ്. അതായത് അമേരിക്കക്കാരനായിരിക്കും ഇതിന് ഇമ്പോർട്ടർ പൈസ കൊടുക്കുന്നു, അതിന്റെ ഇതായിട്ട് നമ്മൾ അവിടെ വില കൂടുന്നു. ഇപ്പൊ ഒരു തുണി നേരത്തെ ഒരു $50 കിട്ടേണ്ട സാധനമാണ് അവിടെ $65 ഉയരുമ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് ഇരിക്കും, അതായത് ഇന്ത്യൻ പ്രോഡക്ട്സിന്റെ മാർക്കറ്റ് എവിടെ ഇരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ത്യ ചെയ്യേണ്ടത്, ഏറ്റവും കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് പരിഹാരമായിട്ട് ഇപ്പം ടെക്സ്റ്റൈൽ മാർക്കറ്റ് വേറെ എവിടെയാണ് നമുക്ക് പറ്റുന്നത്, വേറെ ഏത് രാജ്യത്താണ് നമുക്ക് പറ്റുന്നത്, നമ്മൾ അവരുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പിടുക എന്നുള്ളതാണ്. അതിൽ ഇന്ത്യക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനാണ്. ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ, അമേരിക്ക ഒഴിച്ചുള്ള, ചൈന ഒഴിച്ചുള്ള മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ നമ്മളുമായിട്ട് ട്രേഡിൽ താല്പര്യപ്പെടും. കാരണം നമ്മളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ സമയത്ത് അടുത്ത 2-3 വർഷത്തിൽ തന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ് ഒപ്പുവെച്ച് പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റോടെ മറ്റ് രാജ്യങ്ങളിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധി വരെ നികത്താൻ പറ്റും. ആ സമയത്ത് ട്രംപിന് തോന്നുകയാണെങ്കിൽ ഇൻഎഫക്റ്റീവാണ്, നമ്മളെ ബാധിക്കുന്നില്ല എന്നൊരു സ്റ്റേജ് ഒരു വശത്ത് വരുന്നു. മറുവശത്ത് അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ ഇമ്പോർട്ടേഴ്സ് ഉൾപ്പെടെ പ്രഷർ ചെലുത്താൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യൻ പ്രോഡക്ട്സ് അവിടെ വളരെ വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ അവിടുത്തെ ഇമ്പോർട്ടേഴ്സ്, അമേരിക്കക്കാർ തന്നെയാണ് തുക അടയ്ക്കേണ്ടത്, അതായത് അമേരിക്കൻ ഇമ്പോർട്ടേഴ്സ് ആണ് അടയ്ക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നാച്ചുറലി പ്രഷർ ചെല്ലും. ഇതിപ്പോ ഒരു പ്രഷർ ടാക്ടിക് ആയിട്ട് ഇദ്ദേഹം ചെയ്യുന്നതാണ്. രണ്ടാമത്തെ ഒരു ഫാക്ടർ, ബ്രിക്സ് ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. ഇപ്പം ഇന്ത്യയും ചൈനയും ബ്രസീലും ഒക്കെ തന്നെ ഇപ്പം ബ്രിക്സ് ശക്തി പ്രാപിച്ചു വരുമ്പോഴത്തേക്കും ബ്രിക്സിന്റെ 1-2 അനൗൺസ്മെന്റ്സ് ഇദ്ദേഹത്തെ വല്ലാതെ എങ്ങനെ ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ നിലപാടെന്ന് പറയുന്നത്. പക്ഷേ ട്രംപ് ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് തിരുത്തേണ്ടി വരുമോ എന്നുള്ളൊരു വശം കൂടിയാണ് നിർമ്മൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്.